സംഭവം ഞാൻ ലാസ്റ്റിൽ പൈസ അടയ്ക്കാനായിട്ട്, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മാസത്തിൻ്റെ അവസാനം പൈസ അടയ്ക്കാനായിട്ട് കൊണ്ടുവര പോസ്റ്റ് ഓഫീസിൽ രാവിലെ 9:30 ആയപ്പം ഒരു 76,000 രൂപയും അതിൻ്റെ ഷെഡ്യൂളുമായിട്ട് ഞാൻ രാവിലെ ചെന്ന് ക്യാഷുമായിട്ട് ചെന്ന്. അപ്പോൾ ചെന്നിട്ട് ഞാൻ ക്ലാർക്കിൻ്റെ കയ്യിൽ കൊടുത്തു. അവിടെയാണ് കൊടുക്കുന്നത് നമ്മൾ. അവിടെ കൊടുത്തപ്പം പറഞ്ഞ് ചേച്ചി പോയി പിന്നെ പോസ്റ്റ് മാസ്റ്റർ ഒന്ന് കാണണം, കണ്ടിട്ട് ചേച്ചിയുടെ ഷെഡ്യൂൾ എടുക്കുമെന്ന് പറഞ്ഞു. ക്ലാർക്ക് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ അല്ല ചേച്ചി ഒന്ന് ഏതായാലും ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൈസയും ലിസ്റ്റും എല്ലാം കൂടെ ക്ലാർക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എത്ര പുതിയ അക്കൗണ്ട് പിടിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പുതിയ അക്കൗണ്ട് എടുത്തോളൂ. പൈസ എടുക്കാൻ പറ്റത്തില്ല, പിന്നെ 10 അക്കൗണ്ട് പോയി പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഈ വെയിലത്തൊക്കെ എങ്ങനെ പോകാനാ, എനിക്ക് നല്ല സുഖമില്ലാതെയൊക്കെ ഇരിക്കുക, എങ്ങനെ പോകുന്നത്, അതൊന്നും എനിക്കറിയണ്ട, എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ക്ലാർക്കിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് അവരുടെ പൈസയും ലിസ്റ്റും എല്ലാം കൊടുക്കുക. അപ്പോൾ ഞാനും ഈ മാസ്റ്റർ എടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പിന്നെ ക്ലാർക്ക് പൈസയും ലിസ്റ്റും കൂടെ കൊണ്ടുവന്ന് ഈ മേശപ്പുറത്ത് കൊണ്ടുവച്ചത്. അവിടുന്ന് ഇയാൾ പിന്നെ അസഭ്യമായി ആദ്യമേ ദേഷ്യപ്പെടുമായിരുന്നു. അല്ല, ആദ്യം ദേഷ്യപ്പെട്ടില്ല. ആദ്യം വന്നുകൊണ്ട് ചോദിച്ചു ഈ ലിസ്റ്റൊക്കെ ഉണ്ടോ, നിങ്ങൾ മീറ്റിങ്ങിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബുധനാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ച പൈസ നടന്നത് 30/1/26 30-ാം തീയതി. അപ്പോൾ ലിസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് അവിടെ വെച്ചതാണ്. പുള്ളിക്കാരനെ അസഭ്യമായ രീതിയിലൊക്കെ എന്നെ കുറേ ഭാഷകളൊക്കെ പറഞ്ഞിട്ടാണ് ഇതെല്ലാം വലിച്ച് എറിയുന്നത്. അതൊന്നും വീഡിയോ ഇല്ല, അത് കഴിഞ്ഞാണോ വീഡിയോ എടുത്തത്? അതെടുത്തത് പറഞ്ഞതൊക്കെ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തെ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് അതൊന്നും ശരിയായില്ല. ഇത്രേ കിട്ടിയുള്ളൂ. 30 സെക്കൻഡിനകത്തുള്ള ഒരു സംഭവം കിട്ടിയത്. അതാ കിട്ടിയത്. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് വെച്ചപ്പോൾ അവിടുത്തെ 1-2 സ്റ്റാമ്പ് അടിക്കുന്ന ചെറിയ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ വിളിച്ച് പറഞ്ഞ് ക്ലാർക്കും ആരണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് പൈസ എടുക്കാമെന്നും പറഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് ഈ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് മോളും വേറെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും ഒക്കെ ചെന്നപ്പോഴും പുള്ളിക്കാരനങ്ങ് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ദേഷ്യപ്പെടും. എന്തോ ഒരു വലിയ സംഭവം ദേഷ്യപ്പെടുക. ഞാൻ പിന്നെ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയെ കാണിക്കാൻ വേണ്ടി മാത്രം തെളിവാണ്. വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ ഇതൊരു തെളിവ് വേണമെന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഇതെടുത്തത്. വേറെ ആരെയും കാണിക്കാനല്ല, വീഡിയോയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതെടുത്തത്. പിന്നെ ഇത് ഓരോരുത്തരും എടുത്ത് ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. പേര് ജൂലിയറ്റ് എന്നല്ലേ? എൻ്റെ പേര് ജൂലിയറ്റ്. മാഡം ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ RD ഏജന്റ് അല്ലേ? RD ഏജന്റ് 33 വർഷമായി. 1992 ഞാൻ ഇതിന്റെ ഏജൻസി എടുത്തത്. അതായത് ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ധാർഷ്ട്യമായിട്ട് ഒരു ഓഫീസർ പെരുമാറുന്നത് ആദ്യമായിട്ട്. അതിലെ ഈ ഓഫീസർ വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലമാണ്? ഇപ്പൊ 1 വർഷമൊക്കെ ആകുന്നതേ ഉള്ളൂ. എന്താണ് ഈ ഓഫീസറിന്റെ പേര്? അതിന്റെ പേര് അംജിത്ത്. ഇദ്ദേഹം ആദ്യം മുതലേ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആണോ? കൊട്ടിയത്തും ഇതുപോലെ സമാനമായ രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ തന്നെ. ഓ അത് ശരി. ഇദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണ്. എല്ലായിടവും പ്രശ്നം. അത് ഈ കമന്റ് എഴുന്നേക്കുന്നതിനകത്ത് കുറെ ആളുകൾ ഞാൻ എഴുതിയേക്കുന്നു ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. ഓ അത് ശരി. അന്നേരം ഏത് ഓഫീസിൽ ചെന്നാലും അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകരും ആരും ഇതിന്റെ പ്രശ്നത്തിന് ഒന്നും മിണ്ടിയിട്ടില്ല. അയാളെ ഭയന്നിട്ടാ. കാരണം അവർക്ക് ഡെപ്പോസിറ്റ് ഒക്കെ അവിടെ കൊണ്ടുവന്നിടാനും മക്കളുടെ പേർക്കൊക്കെ ഏജൻസി എടുത്ത് കൊണ്ടിടാനും ഒക്കെ ഇയാൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവരാരും വേണ്ടിയിട്ടില്ല. അതിനകത്ത് എനിക്ക് വിഷമവുമില്ല. നമ്മുടെ കാശ്, അതായത് പൈസ മഹാലക്ഷ്മിയാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല നമ്മളതിനെ അത്രയ്ക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പൈസ അദ്ദേഹം വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞു. അത് തന്നെ ഒരു വലിയ തെറ്റും വലിയൊരു ധാർഷ്ട്യമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ഒരു പൈസ തറ കിടക്കുന്നെങ്കിൽ വളരെ ദൈവികമായിട്ടാണ് നമ്മൾ പള്ളികളിലെ അമ്പലത്തിലൊക്കെ പോകുന്ന വഴിക്കാ നമ്മൾ ഇടുന്നത്. അത് അങ്ങനെയുള്ള ഒരു പൈസ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ചെറുതല്ല. ഫയല് മാത്രമല്ല കളയുന്നത്, പൈസയോടാണ്. എന്നിട്ട് ഇറങ്ങുന്ന പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു പോസ്റ്റ്മാൻ യദു എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. അദ്ദേഹം പോസ്റ്റ് ഓഫീസിൽ അല്ല പോലീസ് സ്റ്റേഷനിൽ സംഭവം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയായിരുന്നു അന്ന് വൈകിട്ട്. അവിടുന്ന് SI വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആ പോസ്റ്റ്മാൻ പറയുന്നത് ഈ പൈസ കൊണ്ടുവന്ന് അവർ ഇവിടെ വെച്ചിട്ട് സാറുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ ക്ലാർക്കിൻ്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പോൾ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൂടെ നിന്നതുകൊണ്ടാണ് ഇവിടെ ക്ലാർക്ക് കൊണ്ടുവച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജീവനക്കാരെല്ലാം അവർക്കൊത്ത് കള്ളം പറഞ്ഞ് നമുക്കൊന്നുമില്ല. ഈ വീഡിയോ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും ആവത്തില്ല. നമ്മളെ അവർ തെളിവില്ല. അതാ പറഞ്ഞത്. അത് അയാൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളെ അവർ പ്രതികൂട്ടിലാക്കിയിരുന്നു.
അതെന്തോ ഒരു ദൈവത്തിന്റെ ഒരു കൃപയിലാണ് ഞാൻ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് മൊബൈൽ തുറന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അതാ ഉണ്ടാവത്തില്ല. എന്തായാലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായി പോയി. ഒരു ക്യാമറയുടെ മുമ്പിൽ ഇത്രയും ധാർഷ്ട്യം കാണിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരെയും പേടിയില്ല. അതായത് ഇതിന് മേപ്പോട്ടുള്ള ഉദ്യോഗസ്ഥരെ പേടിയില്ലെന്ന് അതിൻ്റെ അർത്ഥം. സാധാരണ ക്യാമറ എടുക്കുമ്പം ആരായാലും ഒന്ന് സൈലന്റ് ആവും, കാരണം ഞാൻ പ്രശ്നമാവും എന്നറിയാം. അന്നേരം നീ എടുത്താലും ഒരു പ്രശ്നവും ഇല്ല എന്ന് അദ്ദേഹത്തിന് അത്രയ്ക്കും ധാർഷ്ട്യമായ ഒരു രീതിയിലേക്കാണ് ഈ സംഭവം പോയത്. ഇത് കഴിഞ്ഞ് മാഡം അവിടെ പോയായിരുന്നോ? അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് അടച്ച ഡെപ്പോസിറ്റിനെല്ലാം പേപ്പർ അയക്കുക. നിങ്ങളുടെ പൈസ 30-ാം തീയതി വരെ നിങ്ങൾ അടച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇദ്ദേഹം വിളിച്ചു പറയുക, ഇദ്ദേഹം പേപ്പറുകൾ അയക്കുക. അതിനകത്ത് എഴുതിയിരിക്കുക 30/1/2026 വരെ നിങ്ങൾ പണം അടച്ചിട്ടുണ്ട്, അത് ഇത്ര രൂപ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ 1000 രൂപ വെച്ച് ഒരാൾ അടച്ചിട്ടുണ്ട്, ഒരു വർഷം കൊണ്ട് അടയ്ക്കുന്നതിന് 12,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ട്, അത് ശരിയാണോ എന്ന് നോക്കണം. അവർക്ക് മെസ്സേജ് വരും, പോസ്റ്റ് ഓഫീസിൽ മെസ്സേജ് വരും. പിന്നെ ഇദ്ദേഹം എന്ത് അയക്കേണ്ട കാര്യം എന്താ? എന്നാൽ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടെന്ന് എനിക്കൊന്നറിയാം. നമ്മളെ കുത്തിത്തിരിപ്പിക്കുക, നമ്മളെ ആ കസ്റ്റമറിനെ കളയാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഉദ്ദേശിച്ചത്. അത് ഒരുവിധമുള്ളവർക്കെല്ലാം അയച്ചു, എല്ലാവർക്കും അയച്ചു. കൂടുതൽ അക്കൗണ്ടുള്ള 10,000 അടയ്ക്കുന്നവർ, 20,000 അടയ്ക്കുന്നവർ, 25,000 അടയ്ക്കുന്നവർ വരെ ഉണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി. വീഡിയോ ഇത് ചാനലിൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് അയച്ച പ്രശ്നം എന്താണെന്ന്. പിന്നെ അതുകൊണ്ട് ആരും വിളിച്ചിട്ടില്ല. നമ്മൾ നിലവിൽ അടയ്ക്കാത്തവരുടെ കയ്യിൽ നിന്ന് കാശിട്ട് അടച്ചോണ്ടിരിക്കുന്നത്. അതാ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടിട്ട് അടയ്ക്കുക. 30-ാം തീയതി നമ്മൾ കൊണ്ടുവന്ന് ചിലപ്പോൾ പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വള ഊരിക്കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ആളുകൾക്ക് അടയ്ക്കുന്നത്. അവരുടെ ഫൈൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അടയ്ക്കുന്നത്. അവരെ തരുന്നവരാ, എല്ലാം നല്ല നല്ല ആളുകൾ തന്നെ. അപ്പൊ അങ്ങനെ മേടിക്കാൻ നമ്മൾ വരുന്നത്. അപ്പൊ അമ്മക്കിട്ട് പണിയാ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ 34 വർഷം കൊണ്ട് RD ഏജന്റ് ആണെന്നാണ് പറയുന്നത്. അന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ ഒക്കെ എന്താ പറയുന്നത്? കസ്റ്റമർ മിക്കവാറും ഉള്ളവരൊക്കെ വഴക്ക് പറയാനായിട്ട് പോയി. ഇന്നൊരു പട്ടാളക്കാരൻ പോയിട്ടുണ്ട്, 2 ലിസ്റ്റ് കൊടുത്ത് വെച്ചു. ഇയാൾ അയച്ചു കൊടുത്ത അതുമായിട്ട് റെസിപ്റ്റുമായിട്ട് പോയിട്ടുണ്ട് ചോദിക്കാനായിട്ട്. അവർക്കുണ്ട് വിഷമമുണ്ട്. അവർ പറയുന്നത് അവരുടെയൊക്കെ 10-ാം തീയതിക്ക് 15-ാം തീയതിക്ക് മുമ്പ് അടയ്ക്കേണ്ട ബുക്കുകളാണ്. അവർ പൈസ തന്നില്ല. ഞാൻ 15-ന് മുമ്പ് ഞാൻ അവരുടെ എല്ലാ ലിസ്റ്റും അടയ്ക്കും. അടച്ചിട്ട് പിന്നെ പോയി ആ പൈസ കളക്ട് ചെയ്യും. ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാഡത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംഘർഷമോ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരുന്നു. ഉറങ്ങാനൊക്കെ ഒരു ഭയങ്കര ഭയമുണ്ടോ? ഭയം ഒട്ടുമില്ല. ഭയമില്ല. ഞാനൊരു പോലീസുകാരനെ മുളാണ്ടിച്ചിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അതല്ല പറഞ്ഞേ, ഇപ്പം ഭാവിയിൽ ഇദ്ദേഹം ഈ ഒരു ലൈസൻസിന് റദ്ദാക്കാനുള്ള അങ്ങനെയുള്ള അതൊന്നും എനിക്കൊരു പേടിയില്ല. അദ്ദേഹത്തിന് അങ്ങനെ എന്റെ ഏജൻസി കളയാനുള്ള റൈറ്റ്സ് ഒന്നും ഇല്ല. അത് ചുറ്റുമല ബ്ലോക്കിലാണ് ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത്. ചുറ്റുമല വീഡിയോയും പിന്നെ നാഷണൽ സേവിങ്സിന്റെ അത് കറക്റ്റ് നമ്മൾ നാട്ടുകാരുടെ പൈസ തിരിമറി നടത്തുകയോ പിന്നെ അതിനകത്ത് ഒത്തിരി ഫൈൻ ആളുകൾ തന്നിട്ട് അടയ്ക്കാതെ പിന്നെ ഫൈൻ ചേർത്ത് അടയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താലേ എൻ്റെ ഏജൻസി കളയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ കറക്റ്റിന് അടയ്ക്കുന്നത് എനിക്ക് 10 രൂപയോ 100 രൂപയോ കൂടുതൽ ഫൈനൊന്നും കാണാറില്ല. ഞാൻ കറക്റ്റിനാണ് അടയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്നെ എന്തെങ്കിലും ബ്ലോക്ക് വഴക്ക് പറഞ്ഞാലും പുതിയതൊക്കെ ഈ ടാർഗറ്റിൻ്റെ സമയം വരെ മാർച്ച് മാസമൊക്കെ നമുക്ക് കൂടുതൽ പിടിക്കണം എന്നല്ലാതെ ഒന്നും പറയാറില്ല. കുണ്ട്ര പോസ്റ്റ് ഓഫീസിൽ എല്ലാവർക്കും ഭയമുണ്ട് ഇദ്ദേഹമായിട്ട്. കാരണം അവിടെയുള്ള ജീവനക്കാർ തന്നെ അകത്ത് കയറിക്കൂടെ. ഞങ്ങൾ വർഷങ്ങളായിട്ട് അകത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലും. ഒരു പാർട്ടിയൊക്കെ നടക്കുമ്പോഴാന്നേലും അല്ലെങ്കിൽ അകത്തിരിക്കും. ഇപ്പോൾ ആരെയും അകത്ത് കയറ്റത്തിൽ ഇദ്ദേഹം വന്ന് കുറേ ആളുകളുണ്ട് അതിനകത്ത്. ആളുകൾ വന്നതിന് ശേഷം അതിനകത്ത് കയറാൻ പറ്റത്തില്ല. എന്തോ പട്ടാള ക്യാമ്പ് പോലെ വെറുക്കപ്പെട്ടവരായി. അതാണ് അത് കുറേ നാളുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഏജന്റുമാരുടെ ജീവിതമാർഗം ഇവിടെ ആയതുകൊണ്ട് ആരും മിണ്ടാതിരിക്കുന്നതാ. എല്ലാവർക്കും ഇഷ്ടം കണക്കുണ്ട്. പക്ഷെ എല്ലാവരും ഞങ്ങൾക്കൊന്നും ഇല്ലെന്നുള്ള മട്ടി പ്രതികരിച്ച പേടി. നമുക്ക് യഥാർത്ഥത്തിൽ ആരെയും ദ്രോഹിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യവശാൽ ഇങ്ങനെ ആയിപ്പോയതാണ്. അതാ അല്ല നമുക്ക് ദ്രോഹിക്കണം. ഞാനത് അവിടെ കൊണ്ട് കൊണ്ടുവന്ന് അടയ്ക്കാൻ ഒരു ഓട്ടോയിൽ അവിടെ നിന്ന് പോകുന്നത്. ഓട്ടോ അവിടെ കിടക്കത്തുള്ളൂ. പൈസ അടയ്ക്കാൻ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് കയറി ഞാൻ അന്നേരം പോരും. നീ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനുള്ളത് കറിക്ക കൊള്ള എടുത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. എന്നിട്ട് തന്നെ ഞാൻ തിരിച്ചു വരും. ഞാൻ അവിടെ നിന്നും അതൊക്കെ ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞ് അവരവിടെ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം കൂട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാൾ കള്ളം പറയുന്നവരെ ചെന്ന് നമുക്ക് തിരുത്തി നേരെയാക്കാനൊന്നും പറ്റത്തില്ലല്ലേ. വീട്ടമ്മയാണല്ലേ? വീട്ടമ്മ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇപ്പം ഇങ്ങനത്തെ സർക്കാരായാലും നമ്മുടെ സർക്കാരായാലും ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. എന്നാലും ഒരു നമ്മുടെ എന്ത് സംഭവം ഏജന്റ്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ഏജന്റിന്റെ അടുത്തൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ മഹിളാ പ്രധാന ഏജന്റ് അല്ലേ? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പരിപാടിയാണ്. ഒരു ഓഫീസർ
അങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മാതൃകയാവേണ്ടതും ജനങ്ങളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്ത് അവരിലേക്ക് ആ ഒരു പദ്ധതിയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതിനടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പൊതുവേ ഏജൻറ്റുമാർ മാത്രമല്ല ഇതിൻ്റെ ചേർന്നിട്ടുള്ളവർക്ക് പോലും അതൊരു വലിയ വിഷമമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അധികാരികളിലേക്ക് എത്തുന്നതിന് വരെ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.